ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈസ്തപസേജ്യയാ ശുദ്ധ്യന്തി ദാനൈ സന്തുഷ്ട്യാ ദ്രവ്യാണ്യാത്മാത്മവിദ്യയാ. ഇനി നമുക്ക് ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ടും, സ്നാന ശൗചാഭ്യാം, സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുളിക്കുക, ശൗചം, അങ്ങനെ സ്നാനം കൊണ്ടും ശൗച്യം കൊണ്ടും, സ്നാന ശൗചാഭ്യാം സ്നാനം കൊണ്ടും ശൗചം കൊണ്ടും, സംസ്കാരൈസ്തപസേജ്യയ സംസ്കാരൈഹി തപസ ഇജ്യയ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സംസ്കാരൈസ്തപസേജ്യയ. സംസ്കാരൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭഗവാന്റെ നമുക്കറിയാം ജാതകർമാദി സംസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ സംസ്കാരം എന്ന് പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാതകർമാദി സംസ്കാരങ്ങൾ കൊണ്ടും, പിന്നെയോ തപസ്സുകൊണ്ടും, ഇജ്യയ എന്ന് പറഞ്ഞാൽ ഇജ്യ എന്നാൽ യാഗമാണ്, യാഗങ്ങൾ കൊണ്ടും, ശുദ്ധ്യന്തി എന്നാൽ ശുദ്ധീകരിക്കപ്പെടുന്നു, ശുദ്ധമായി തീരുന്നു, ദാനൈഹി ദാനങ്ങൾ കൊണ്ടും, സന്തുഷ്ട്യ സന്തോഷം കൊണ്ടും, ദ്രവ്യാണ്യാത്മാത്മവിദ്യയ ദ്രവ്യാണി ആത്മവിദ്യയ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദ്രവ്യാണ്യാത്മാത്മവിദ്യയ. ദ്രവ്യാണി എന്ന് പറഞ്ഞാൽ എല്ലാ ദ്രവ്യങ്ങളും. ഇവിടെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, ബ്രാഹ്മണർക്കൊക്കെ ദാനം കൊടുത്ത കഥകളൊക്കെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകങ്ങളിൽ വ്യാസഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രമാകട്ടെ, ദേഹമാകട്ടെ, ഈ മണ്ണു പോലും, ഭഗവാന്റെ സംസ്കാര കർമ്മം ചെയ്യപ്പെടുന്ന ഈ മണ്ണു പോലും, അതേപോലെ തന്നെ ബ്രാഹ്മണർ ആ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച ബ്രാഹ്മണർ, അതേപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾ, അതേപോലെ ഈ ദാനം നൽകപ്പെടുന്ന ധനധാന്യങ്ങൾ, അതും എല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. കാരണം ഇതെല്ലാം ഭഗവാന്റെ നാമകരണ അല്ലെങ്കിൽ ഇവിടെ ജാതകർമ്മ സംസ്കാരത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ശുദ്ധമാകുന്നുണ്ടെങ്കിൽ ഈ കുളിയും ശൗചവും മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും അന്ന് അവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യപ്പെടുന്നതായതുകൊണ്ട് തന്നെ ഇവയെല്ലാം സർവദ്രവ്യങ്ങളും മനസ്സുപോലും ശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നെയോ ആത്മവിദ്യയ, ആത്മ എന്നാൽ ആത്മാവ്, ഓരോ ജീവാത്മാവും ആത്മവിദ്യയ ഈ പരമമായ ആത്മജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ സാധാരണ ഭക്ഷണം എടുത്തു വെച്ചാൽ പോലും അത് ഈശ്വര സങ്കല്പമായി ഭഗവത് നാമസ്മരണയിലൂടെ ആ അന്നം ഭുജിക്കുമ്പോൾ ആ അന്നം വെറും അന്നമല്ല, അത് പ്രസാദം എന്ന രൂപത്തിലാണ് നമ്മളത് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഭഗവത് സ്മരണ കൊണ്ട് ഒരു അന്നം, മുന്നിലെത്തുന്ന അന്നത്തെ പ്രസാദമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ഭഗവാന്റെ ജാതകർമാദി സംസ്കാരങ്ങളിലൂടെ നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അതിന് സാക്ഷ്യം വഹിക്കുന്ന ഏതൊരു ജീവനും ഏതൊരു സൃഷ്ടിയും അവിടെ തന്നെത്താൻ അറിയാതെ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ താൻ എത്ര വലിയവനായിരുന്നാലും അവിടെ ആ പരമമായ ആനന്ദമൂർത്തിയുടെ സാമീപ്യം കൊണ്ട് തന്നെ ആ മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജീവിക്കുന്ന ആ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ ജീവാത്മാക്കളും തങ്ങളറിയാതെ തങ്ങളിലേക്ക് ആ ആനന്ദമൂർത്തിയിൽ നിന്നും വരുന്ന ആ ആനന്ദം തങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ ആ പരമമായ, കാരണം ഭഗവാൻ എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായ വിദ്യ.
അതിനെ അറിയുകയാണ് പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മവിദ്യ അവിടെ സാക്ഷ്യം വഹിച്ചിരുന്ന എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ നിറയുന്നു. അങ്ങനെ ഓരോ ജീവാത്മാവും ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നന്ദഗോപരുടെ കാര്യമല്ലേ. അദ്ദേഹം ആ പിതാവ്, ധന്യനായ ആ പിതാവ്, ഭഗവാന്റെ പിതൃസ്ഥാനം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ ധന്യാത്മാവ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി തന്നെത്താൻ അലങ്കരിക്കപ്പെട്ടവനായി വന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ ഉണ്ണിയുടെ ജാതകർമ്മ സംസ്കാരങ്ങൾ ചെയ്യുന്നതിൽ ആ അച്ഛൻ്റെ ഒരു ആനന്ദം, ആ ഒരു അത്യുത്സാഹം കാണിക്കുമ്പോൾ ആ ഗോകുലത്തിലെ ഓരോ ജീവനും ഓരോരുത്തരും ഇതേ അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. അവർക്കെല്ലാം ഈ ഉണ്ണിയുടെ ജാതകർമ്മ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്ന, ഇവിടെ കാലം കൊണ്ട് എന്ന് പറയുമ്പോൾ കാലം കൊണ്ടും ശുദ്ധീകരിച്ചു എന്ന് കാലം കൊണ്ടുണ്ടായ അശുദ്ധിയെയും ശുദ്ധീകരിച്ചു എന്നാണ് അർത്ഥം. അവിടെ കാലം കൊണ്ടുണ്ടായത് എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായി ഈ ഓരോ ജീവനും പുതിയതായി ജനിക്കുമ്പോൾ അതിനോടനുബന്ധമായി വരുന്ന എല്ലാ പാപങ്ങളെയും, എല്ലാ ദോഷങ്ങളെയും, എല്ലാ മാലിന്യങ്ങളെയും ഈ ഒരു ഭഗവാനെന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സാമീപ്യം കൊണ്ട് ആ ജന്മത്തിൽ ഭഗവാൻ ആ പൊന്നുണ്ണിക്കണ്ണനായി അവതരിച്ചപ്പോൾ അവിടെ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ കാലം കൊണ്ടുണ്ടായ ജന്മജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടായ എല്ലാ മാലിന്യങ്ങളും നീക്കപ്പെടുന്നു ഓരോ ജീവൻ്റെയും. പിന്നീട് ആ ഒരു ജന്മത്തിൽ ഭഗവാന്റെ സംസ്കാര കർമ്മങ്ങൾക്ക് സ്നാനം, ശൗചം എല്ലാം ചെയ്ത്, ഇത് ഒരു തപസ് തന്നെയാണ്. ആ തപസ്സിൻ്റെ ഒരു പുണ്യമാണ് ഭഗവാൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര സമയത്ത് ആ ഭഗവാനെ ഒന്ന് മുന്നിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത്. എത്രയോ കാലത്തെ തപസ് കൊണ്ടും യാഗങ്ങൾ കൊണ്ടും മഹർഷീശ്വരന്മാർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് അന്ന് ആ ഗോകുലത്തിൽ ജനിച്ച എല്ലാ ജീവാത്മാക്കൾക്കും കിട്ടിയത്. അങ്ങനെ അവയെല്ലാം തന്നെയും അത്യന്തം സന്തുഷ്ടരാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ദാനകർമാദികൾ ചെയ്യപ്പെട്ട ദ്രവ്യങ്ങൾ പോലും ശുദ്ധീകരിക്കപ്പെട്ടു. കാരണം അത് ഭഗവത് നാമത്തിലാണ് അത് ദാനം ചെയ്യപ്പെട്ടത്. അങ്ങനെ എല്ലാം തന്നെ എല്ലാ ദ്രവ്യങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടു. ആത്മവിദ്യ എന്നത് ഭഗവാനെ അറിയുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭഗവാന്റെ സാമീപ്യം കൊണ്ട് എല്ലാ ജീവാത്മാക്കളും അങ്ങനെ ആത്മജ്ഞാനം ഉള്ളവരായി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആനന്ദം അനുഭവിക്കുന്നവരായി ഭവിച്ചു. എല്ലാവരും തന്നെ ബ്രാഹ്മണരും എല്ലാവരും തന്നെയും അത്യധികം സന്തുഷ്ടരായി. അതുപോലെ തന്നെ അവരും ശുദ്ധീകരിക്കപ്പെട്ടു. ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ആനന്ദത്തെ, ആ പരമാനന്ദത്തെ കൺമുമ്പിൽ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീമദ് നാരായണത്തിൽ പറയുന്നത് പോലെ ആ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കുടിച്ചു. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും പീത്വ എന്നാ പറഞ്ഞാൽ അങ്ങ് കുടിക്കുകയാണ്. എങ്ങനെയാ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കുടിക്കുക? ഭഗവാനെ അവിടുത്തെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ആ രൂപത്തെ മുഴുവൻ അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അവിടെയുള്ളവർ. അങ്ങനെ കണ്ണുകൊണ്ടും പിന്നെയോ ആ ഉണ്ണിക്കണ്ണൻ പുറപ്പെടുവിക്കുന്ന ഓരോ കുഞ്ഞു വായിലെ ഓരോ കുഞ്ഞു ശബ്ദങ്ങളും അവരെ ആനന്ദഭരിതരാക്കി. അങ്ങനെ അത്യധികം സന്തുഷ്ടരായി അവർ ഭവിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച് എല്ലാവരും തന്നെ അത്യന്തം ശുദ്ധാത്മാക്കളായി അല്ലെങ്കിൽ ശുദ്ധരായി ഭവിച്ചു. ആത്മവിദ്യ നേടിയവരായി ഭവിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈസ്തപസേജ്യയാ ശുദ്ധ്യന്തി ദാനൈഃ സന്തുഷ്ട്യാ ദ്രവ്യാണ്യാത്മാത്മവിദ്യയാ. ഇനി ആ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ രണ്ടാമത്തെ പാദത്തിൽ ശുദ്ധ്യന്തി ദാനൈഹി അവിടെ ഒരു വിസർഗമുണ്ട്. അപ്പം വായിക്കുമ്പോൾ ദാനൈഹി അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. ബാക്കി
ആദ്യത്തെ വരിയിൽ വീണ്ടും വരുമ്പോൾ സംസ്കാരൈ തപസേജ്യയ, അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ദ്രവ്യാണ്യാത്മാത്മവിദ്യയ, അവിടെ ദ്രവ്യാണ്യ എന്നെടുക്കരുത്, ദ്രവ്യാണ്യാത്മാത്മ, അവിടെ ആത്മാവാണ്, അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ആത്മവിദ്യയ, അവിടെ അകാരം ഒന്നുകൂടി നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.